ലിനീസ് ഫുഡ് കോർണറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. റവ ലഡു ആണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി. അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് മുന്നേ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം. തൊട്ടടുത്ത ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ ഞാൻ എല്ലാ ദിവസവും രാവിലെ 6 മണിക്ക് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നതിന് വേണ്ടി ഓൾ എന്ന ഓപ്ഷനും കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് നറുനെയ്യ് തവയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് റവയും അതുപോലെ തന്നെ ഇതിൽ ഞാൻ കുറച്ച് സേമിയ ഇടുന്നുണ്ട്. കശുവണ്ടി പരിപ്പ്, കിസ്മസ് ഇതെല്ലാം വറുത്തെടുക്കണം. അപ്പം നമുക്ക് ആദ്യം തന്നെ കശുവണ്ടി പരിപ്പ് ഇട്ട് കൊടുക്കാം. അതൊന്ന് ഷെയ്ഡ് മാറി വരുമ്പോൾ നമുക്ക് കുറച്ച് ബദാം ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് കിസ്മസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ ശരിക്കും ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇതിനെ നമുക്ക് എടുത്ത് മാറ്റാം. ഇതിലേക്ക് ഞാൻ ഒരു 1/4 കപ്പ് സേമിയാണ് ആദ്യം ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് ഷെയ്ഡ് മാറുന്നവരെ ഒന്ന് ഫ്രൈ ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് നമുക്ക് 1.5 കപ്പ് റവ എടുത്ത് വെച്ചിട്ട് അതും കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ സേമിയ ഒന്ന് ഷെയ്ഡ് മാറിയിട്ട് വരട്ടെ. അതുവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് റവ ഇട്ട് കൊടുക്കാം. 1/4 കപ്പ് സേമിയാണ് ഞാൻ എടുത്തത്. റവ ഞാൻ 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. ഇത് രണ്ട് ടൈമിൽ ഇട്ട് കൊടുത്താൽ ആ സേമിയയുടെ കളർ ഇത്തിരി കൂടുതലായിട്ടാൻ വേണ്ടിയിട്ടാണ്. രണ്ടും തമ്മിലുള്ള ആ ഒരു ഷെയ്ഡ് വേരിയേഷൻ പ്രത്യേകിച്ച് എടുത്തറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ രണ്ട് ടൈമിൽ ഇട്ട് കൊടുത്തത്. ഇതിലേക്ക് നമുക്കിനി 1/2 മുറി തേങ്ങ ഞാൻ ക്രഷ് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി ആ തേങ്ങ ഒന്ന് മൊരിഞ്ഞ് വരണം. എന്നാൽ കളർ മാറുകയും ചെയ്യരുത്. ഒത്തിരി അങ്ങോട്ട് ബ്രൗൺ ഷെയ്ഡായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റവ ലഡുവിൻ്റെ കളർ തന്നെ നമുക്ക് മാറിപ്പോവും. നമുക്ക് കറക്റ്റ് അളവ് അറിയണമെങ്കിൽ ഇതൊന്ന് ശരിക്കും ഫ്രൈ ആയി വരുമ്പോൾ നറുനെയ്യിൻ്റെ ഇതിൻ്റെയൊക്കെ ഒരു നേരിയ ഫ്ലേവർ വരും. ഇതിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. 1 കപ്പ് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. പഞ്ചസാര നമ്മുടെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ചെയ്യാം. കൂട്ടി കുറയ്ക്കുക എങ്ങനെയാണെങ്കിലും ചെയ്യാം. ഞാനിവിടെ 1 കപ്പാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. കൂടുതൽ മധുരം വേണ്ടവർക്ക് കൂട്ടി കൊടുക്കാം. ഇനി നല്ലതുപോലെയൊക്കെ ഇളക്കി ശരിക്കും നമുക്ക് ബോൾസ് ആക്കാൻ പാകത്തിനാവുന്നവരെ ആ പാലൊന്ന് വറ്റിയിട്ട് വരണം. അപ്പോൾ ശരിക്കും ഇതിൻ്റെ വേവൊക്കെ കറക്റ്റാവും. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂസും ഉണക്കമുന്തിരിയും എല്ലാം നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. കൂടെ ഞാൻ സേമിയ വറുത്തപ്പം അതിന് കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായി. അതും കൂടി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ റവ ലഡുവൊക്കെ ഉണ്ടാക്കി കഴിയുമ്പോൾ അത് ആ ഒരു ഷെയ്ഡ് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കാണുമ്പോൾ നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ നമ്മൾ കഴിക്കുമ്പോൾ ഇടയ്ക്ക് ഒരേ നെയ്യിൽ വറുത്ത സേമിയ കടിക്കുന്നത് വളരെ ടേസ്റ്റാണ്. നമ്മുടെ റവ ലഡുവിൻ്റെ കൂട്ട് റെഡിയായി. ഇനി നമുക്കിത് ബോൾസാക്കി എടുക്കാം. ഒത്തിരി ചൂടാറാൻ നിൽക്കരുത്. ഒരു മീഡിയം ചൂടിൽ തന്നെ നമ്മൾ ബോൾസാക്കി എടുക്കുക. നമ്മൾ ലഡു 2 ഷേപ്പിലാണ് റെഡിയാക്കിയിരിക്കുന്നത്. ഒന്ന് ബോൾസായിട്ട്, പിന്നെ ഒന്ന് നമ്മൾ കുഴിയുള്ള ഒരു സ്പൂൺ എടുക്കുക. അതിലേക്ക് കുറച്ച് കശുവണ്ടി പരിപ്പും അതുപോലെ തന്നെ സേമിയ വറുത്തതും കൂടി ഇടുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ ഈ റവക്കൂട്ട്, ഈ ലഡുവിൻ്റെ കൂട്ട് എടുത്ത് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്തിട്ട് എടുക്കുക. നമുക്ക് ഇതേപോലെ നല്ലൊരു ഷേപ്പിൽ ഉള്ള ലഡു കിട്ടും. അപ്പം നമ്മുടെ ലഡു എല്ലാം ബോൾസാക്കി എടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയായിട്ട് ഇരിപ്പുണ്ട് നമ്മുടെ ലഡു. അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെടാതിരിക്കില്ല. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നാളെ നമുക്ക് വ്യത്യസ്തമായ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്